ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺലെസ്. നമ്മൾ SCRT സീരീസിലെ 8ാം ക്ലാസ് ബേസിക് സയൻസ് 18ാമത്തെ ചാപ്റ്റർ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. സോ ഫിസിക്സിൻ്റെ പോർഷനിൽ നിന്ന് വരുന്ന സിലബസിലെ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചാപ്റ്ററാണ്. സോ എന്താണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിറേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രതിപതന തലം ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. അതായത് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണ് അത്. നമുക്ക് അതിനൊരു ഇമാജിൻ ചെയ്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ഫിയറിൻ്റെ പാർട്ടാണെന്ന് നമുക്ക് നോക്കി കാണാൻ സാധിക്കും. അതിനെന്തൊക്കെയാണ് എക്സാമ്പിളുകൾ? കോൺകേവ് മിററും കോൺവെക്സ് മിററും ആണ് എന്ത് സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ചേർത്താണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് അഥവാ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. അതുപോലെ തന്നെ പ്രതിപതന തലം, അതായത് നമ്മൾ മിററിൽ നോക്കുന്ന ആ ഒരു ഏരിയ ആണ് പ്രതിപതന തലം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സൈഡാണ് പുറത്തേക്ക് ഉന്തി നിൽക്കുകയാണെങ്കിൽ അത് കോൺവെക്സ് ആണ്. അപ്പം നമ്മൾ മുഖം നോക്കുന്ന ഭാഗം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കോൺകേവ് മിററും, നമ്മൾ മുഖം നോക്കുന്ന ഭാഗം പുറത്തേക്കാണ് ഉന്തി നിൽക്കുന്നതെങ്കിൽ അത് കോൺവെക്സ് മിററുമാണ്. ഗോളീയ ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. സോ ഇത് തന്നെ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടും ഇതേ വാക്കുകൾ പറയും, പക്ഷേ ലെൻസിലും മിററിലും ചില ടേംസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കമ്പയർ ചെയ്ത് കൂടി പിന്നീട് പഠിക്കുക. ആദ്യത്തേത് വക്രതാ കേന്ദ്രം അഥവാ സെന്റർ ഓഫ് കർവേച്ചർ. ക്യാപിറ്റൽ ലെറ്റർ C ഉപയോഗിച്ച് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ കാണുന്നത് എന്താണ്? ഒരു കോൺകേവ് മിററാണ്. അപ്പോൾ ഈ മിററിനെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ഫിയറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടായിരിക്കുമല്ലോ, ആ സെന്ററാണ് അതിന്റെ വക്രതാ കേന്ദ്രം അഥവാ സെന്റർ ഓഫ് കർവേച്ചർ. സോ ഇവിടെ C കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. സെയിം തന്നെ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചും ആ കോൺവെക്സ് മിറർ അത് ഏത് ഒരു ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ സെന്ററാണ് ആ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. നമ്മൾ ഈ സെന്ററിൽ നിന്ന് ഈ ഒരു മിററിലേക്ക് വരയ്ക്കുന്ന ഏത് ലൈൻസിനെ എടുത്ത് നോക്കിയാലും ആ ലൈൻസ് എല്ലാം മിററിന് ലംബമായിട്ടായിരിക്കും പോവുക, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കടന്നു പോവുക. നെക്സ്റ്റ് വക്രത ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരം, ആ ഗോളത്തിന്റെ റേഡിയസ് ആണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ. ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ. സോ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ വക്രത ആരത്തിനെ റെപ്രസെന്റ് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിച്ചാണ്. സോ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് CP എന്ന് പറയുന്ന ദൂരം എന്താണ്? അത് റേഡിയസ് ആണ്. അതുപോലെ തന്നെ CBയും റേഡിയസ് ആണ്, CAയും റേഡിയസ് ആണ്. സോ സെയിം ഇവിടെയും CP, CB, CA ഇതെല്ലാം എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നെയാണ്. ദെൻ അപ്പർച്ചർ. ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ. സോ ഒരു ദർപ്പണം നമ്മൾ പറഞ്ഞു പ്രതിപതന തലം എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന ഭാഗം. സോ ഇവിടെ ഈ ഒരു മിറർ നോക്കുകയാണെങ്കിൽ ഈ ഷെയ്ഡഡ് ഏരിയാസ് എന്താണ്? അതിന്റെ ബാക്ക് ആണ്. ഷെയ്ഡഡ് ഏരിയാസ് അല്ലാതെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ് കോൺകേവ് ദർപ്പണത്തിന്റെ നമ്മൾ നോക്കുന്ന ഭാഗം. ആ ഒരു ഭാഗത്തിന് ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്നതാണ് അപ്പർച്ചർ. സോ ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലമാണ് അപ്പർച്ചർ. എന്താണ് പോൾ? ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ. സോ ഇവിടെ നോക്കിയേ, P കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പോളിനെയാണ്. പ്രതിപതന തലം നമ്മൾ ആ ഒരു ഫേസ് നോക്കുന്ന ആ ഒരു സർഫസിന്റെ സെന്റർ ആണ് പോള് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പോള് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ P ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം. സോ എന്തൊക്കെയാണ്? വക്രതാ കേന്ദ്രം അഥവാ സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും കണക്ട് ചെയ്ത് പോകുന്ന ആ ഒരു രേഖ, ആ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണ് മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ CAയും PAയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ് അഥവാ മുഖ്യ അക്ഷം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രീവിയസ്ലി ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടാനുള്ളൊരു
സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം, ഗോളീയ ദർപ്പണത്തിലും പതനകോണും പ്രതിപതനകോണും തുല്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സമതല ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഗോളീയ ദർപ്പണങ്ങളിലും പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. സോ ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്ത് ആംഗിൾ വന്നിട്ട് പതനകോണ് വന്നിട്ട് പ്രതിപതന കോൺ ഏതാണെന്ന് എഴുതേണ്ടി വരുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. സോ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നത് കോൺകേവ് ദർപ്പണത്തിലും കോൺവെക്സ് ദർപ്പണത്തിലും രണ്ട് രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ കോൺകേവ് മിററിന്റെ കേസിൽ എങ്ങനെയാ വരിക? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. സോ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ പാരലലി സമാന്തരമായിട്ട് വന്ന് പതിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പോയിന്റിലായിരിക്കും വന്ന് കടന്നു പോവുക. ഈ ഒരു പോയിന്റ്, ഈ ഒരു ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. സോ ഇവിടെ എഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മുഖ്യ ഫോക്കസിനെയാണ്. ഇനി കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഈ ഒരു പിക്ചർ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ മുഖ്യ ഫോക്കസ് കോൺവെക്സ് ദർപ്പണത്തിന്റെ കേസിൽ പറയുന്നത്. ഡെഫിനേഷൻ നോക്കാം നമുക്ക്. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിന്റെ മറുഭാഗത്ത്, സോ ഇവിടുത്തെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ദർപ്പണത്തിന്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുവാണെങ്കിൽ ഈ എല്ലാ റേസും ഏതോ ഒരു ഇമാജിനറി പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. സോ ഇതിനെയാണ് നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് ഇവിടെ കോൺവെക്സ് മിററിന്റെ കേസിൽ പറയാൻ സാധിക്കുക. സോ ഇവിടെ നമുക്ക് പറയാം, കോൺവെക്സ് ദർപ്പണത്തിന്റെ കേസിൽ അതിന്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു മിററിന്റെ മറുവശത്താണ് ഫോക്കസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോക്കസ് എന്താണെന്ന് പറയാം, വിർച്വൽ അഥവാ മിഥ്യയായിട്ടുള്ളൊരു ഫോക്കസ് ആണ് കോൺവെക്സ് മിററിൻ്റെത്. എന്നാൽ നമ്മൾ കോൺകേവ് ദർപ്പണത്തിന്റെ കേസ് പറഞ്ഞു. സോ അത് മിററിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിന്റെ ഫോക്കസ് ഫോം ചെയ്യുക. സോ അവിടെ എന്താണ്, റിയൽ ആണ്. അപ്പൊ കോൺകേവ് മിററിന് യഥാർത്ഥമായ ഫോക്കസും കോൺവെക്സ് മിററിന് വിർച്വൽ അഥവാ മിഥ്യയായിട്ടുള്ള ഫോക്കസുമാണ്. നിങ്ങൾ മിററും ലെൻസും പഠിക്കുമ്പോൾ തമ്മിൽ തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഫോക്കസ് ദൂരവും റേഡിയസും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു ഇക്വേഷനും പലവട്ടം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളതാണ്. നോക്കാം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും. സോ മിററിന്റെ കേസിൽ ഫോക്കസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും. R/2 ആണ് എഫ് എന്ന് ഓർത്തിരിക്കുക. ഫോക്കൽ പ്ലെയിൻ അഥവാ ഫോക്കസ് തലം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷവുമായി വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളായി കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുക്കൾ ചേർന്നുണ്ടാകുന്ന തലമാണ് മുഖ്യ അക്ഷത്തിന് ലംബമായുള്ളതും മുഖ്യ ഫോക്കസിലൂടെയുള്ളതുമായിരിക്കും. ഈ തലത്തെ നമ്മൾ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് തലം എന്ന് പറയുന്നു. സോ നമ്മൾ പറഞ്ഞു സമാന്തരമായി വരുന്ന പ്രകാശരശ്മിയുടെ കേസ് നമ്മൾ പറഞ്ഞു. അതുപോലെ പല ആംഗിളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഉണ്ടായിരിക്കും. സോ ഈ ഓരോരുത്തരും ഫോം ചെയ്യുന്ന ഓരോ വിവിധ ബിന്ദുകളിലായിട്ടായിരിക്കും ഓരോരുത്തരും കേന്ദ്രീകരിക്കുക. ഈ ബിന്ദുക്കളെല്ലാം കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരക്കുവാണെങ്കിൽ അവിടെ ഒരു തലം അഥവാ ഒരു പ്ലെയിൻ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. ഈ പ്ലെയിനിന്റെ പ്രത്യേകത എന്താണ്? ഇത് മുഖ്യ അക്ഷത്തിന് ലംബമായുള്ളതും മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നതുമായിരിക്കും. സോ ഈ ഒരു തലമാണ് കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് തലം അഥവാ ഫോക്കൽ പ്ലെയിൻ. ഈ ഒരു പിക്ചറിലാണ് നമ്മൾ ഫോക്കൽ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പിക്ചർ നോക്കുമ്പോൾ അറിയാം, ഈ ഫോക്കൽ പ്ലെയിനുള്ള എല്ലാം ഫോക്കസിനെ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ മുഖ്യ അക്ഷത്തിന് പാരലലായിട്ടാണ് ഈ ഒരു പ്ലെയിൻ ഇരിക്കുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പല സ്ഥാനങ്ങളിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുവിനെ വെക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഇമേജ് ഫോം ചെയ്യും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണിത്. സോ ഇവിടെ നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യം, പല പൊസിഷൻസിൽ വെക്കുന്ന അനുസരിച്ച് ഉണ്ടാകുന്ന ഇമേജിൻ്റെ വലിപ്പവും അതുപോലെ അതിൻ്റെ രൂപപ്പെടുന്ന സ്ഥാനമൊക്കെ മാറി വരും. എന്നാൽ കോൺവെക്സ് ദർപ്പണത്തിലാണെങ്കിൽ
ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. സോ നമ്മൾ ഏതൊക്കെ പൊസിഷൻസിൽ കൊണ്ടുപോയി നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാലും കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? മിഥ്യയായിരിക്കും, അതായത് വിർച്വലായിരിക്കും. ദെൻ നിവർന്നത് എപ്പോഴും എറക്റ്റായിട്ടുള്ള ഇമേജ് ആയിരിക്കും കോൺവെക്സ് മിറർ രൂപപ്പെടുത്തുക. ദെൻ വസ്തുവിനേക്കാളും ചെറിയ ഇമേജുമായിരിക്കും. വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുമ്പിൽ എവിടെയായിരുന്നാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയായിരിക്കും? ഇപ്പോൾ സ്ഥാനം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും കോൺവെക്സ് മിററിൽ ഇമേജ് ഫോം ചെയ്യുക. ദെൻ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൻ്റെ? നിവർന്നതായിരിക്കും, മിഥ്യയായിരിക്കും, ദെൻ വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. സോ നമ്മളൊരു ഒബ്ജക്റ്റ് വയ്ക്കുന്നു ഒരു മിററിന് മുമ്പിലായിട്ട്, അതിൻ്റെ തന്നെ ഇമേജും ഫോം ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഹൈറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു ടേമാണ് ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം. സോ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം നമ്മൾ സ്മോൾ ലെറ്റർ എം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ എം ഈസ് ഈക്വൽ ടു HI/HO. എന്താണ് HI? ഹൈറ്റ് ഓഫ് ദി ഇമേജ് അഥവാ പ്രതിബിംബത്തിൻ്റെ ഉയരം. HO എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അഥവാ വസ്തുവിൻ്റെ ഉയരം. ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായും പരിഗണിക്കണം. യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം. സോ ഇതും നോട്ട് ചെയ്യുക. ആവർത്തനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് യൂണിറ്റ് ഇല്ല. അതിന് നമ്മൾ ആവർത്തനം കണക്കാക്കുന്ന സമയത്ത് ഈ ഒരു പ്രിൻസിപ്പൽ ഫോക്കസിന് മുകളിലേക്കുള്ളത് നമ്മൾ അത് എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിന് മുകളിലേക്കുള്ള y വാല്യൂസൊക്കെ പോസിറ്റീവും താഴത്തേക്കുള്ളത് നെഗറ്റീവ് ആയിരിക്കും. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെയും മാഗ്നിഫിക്കേഷൻ കണക്കാക്കുമ്പോഴും ഹൈറ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മളിപ്പോൾ പഠിച്ച ഈ ഗോളീയ ദർപ്പണങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കോൺകേവ് മിററിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഷേവിങ് മിറർ. കാരണം നമുക്കറിയാം കോൺകേവ് മിററിൽ വസ്തുവിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും പ്രതിബിംബത്തിന്. സോ ഈ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഷേവിങ് മിററായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ മേക്കപ്പ് മിററായിട്ടും കുറച്ചും കൂടി മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഷേവിങ് മിററായിട്ടും മേക്കപ്പ് മിററായിട്ടും ഉപയോഗിക്കുന്നു. ദെൻ ഡോക്ടർമാരുടെ ഹെഡ് മിററിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? അതും കോൺകേവ് ആണ്. സിനിമാ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺകേവ് മിററാണ്. ഇനി കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ നോക്കുകയാണെങ്കിൽ തെരുവ് വിളക്കുകൾ ഇപ്പോൾ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അത് കോൺവെക്സ് ആണ്. സോ സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്നതിനായി ഡ്രൈവർമാർ കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് സമതല ദർപ്പണങ്ങളെക്കാൾ കൂടുതൽ വീക്ഷണ വിസ്തൃതിയുണ്ട്. തന്മൂലം ഒരു പരിധിവരെ വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. സോ നമ്മൾ വാഹനങ്ങളിൽ റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അത് കോൺവെക്സ് ആണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വസ്തുവിനേക്കാൾ കുറച്ചും കൂടി ചെറുതായിട്ടുള്ള പ്രതിബിംബമായിരിക്കും കോൺവെക്സ് മിററിൽ രൂപപ്പെടുക. അതുപോലെ തന്നെ കുറച്ചും കൂടി വൈഡ് ഏരിയയെ കവർ ചെയ്യാൻ സാധിക്കുന്നു. ചെറുതായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഏരിയ ഈ ഒരു മിററിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു പ്രത്യേകതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് റെയർ വ്യൂ മിററായിട്ട് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നത്. കോൺകേവ് ദർപ്പണം സെർച്ച് ലൈറ്റുകളിൽ. കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ പാരാബോളിക് ദർപ്പണങ്ങൾ സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ വച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപതനത്തിന് ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു. വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതിനാൽ രാത്രികാലങ്ങളിലുണ്ടാകുന്ന അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഇത്തരം സെർച്ച് ലൈറ്റുകൾ പ്രയോജനപ്പെടുന്നു. സോ ഇവിടെ നമ്മൾ സെർച്ച് ലൈറ്റുകളിൽ അല്ലെങ്കിൽ അപകടങ്ങളിലൊക്കെ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന സെർച്ച് ലൈറ്റുകളിൽ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗപ്പെടുത്താനുള്ള കാരണം? വിദൂര വസ്തുക്കളെ പോലും വ്യക്തമായിട്ട് കാണാൻ സാധിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മൾ സെർച്ച് ലൈറ്റുകളിൽ ഏത് മിറർ ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത്. റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ കോൺവെക്സ് ദർപ്പണങ്ങൾ വളവുകൾക്കപ്പുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നതിനാൽ
അപകടങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കും. നമ്മൾ റോഡിൻ്റെയൊക്കെ ജംഗ്ഷനിലായിട്ട് ഇങ്ങനെ വലിയ ദർപ്പണങ്ങൾ കാണാറുണ്ട്. പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഈ ദർപ്പണങ്ങൾ എങ്ങനെയുള്ളതാണ്? കോൺവെക്സ് മിറേഴ്സ് ആണ്. ഫിസിക്സ് തന്നെ ചാപ്റ്ററാണ് ചാപ്റ്റർ 19 ശബ്ദം. ശബ്ദ സ്രോതസ് അഥവാ സോഴ്സ് ഓഫ് സൗണ്ട്. ശബ്ദം ഉണ്ടാക്കുന്ന സ്രോതസ്സുകളെല്ലാം നമുക്ക് എന്ത് പറയാം? ശബ്ദ സ്രോതസ് എന്ന് വിളിക്കാൻ പറ്റും. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് നാച്ചുറലായിട്ടും ഉണ്ടായിരിക്കും, അതുപോലെ മാൻമെയ്ഡ് ആയിട്ടുള്ള സോഴ്സുകളും ഉണ്ടായിരിക്കും. സോ എക്സാമ്പിളായിട്ട് നാച്ചുറലി കാണപ്പെടുന്ന ഒരു ശബ്ദ സ്രോതസ് നമുക്ക് നമ്മുടെ തൊണ്ട തന്നെ പറയാമല്ലേ, നമ്മുടെ സ്വനപേടകം, വോക്കൽ കോഡ്, മനുഷ്യൻ്റെ സ്വനപേടകം, നമ്മുടെ സൗണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരു നാച്ചുറലി ആയിട്ടുള്ള ഒരു സൗണ്ട് സോഴ്സാണത്. ദെൻ ചെണ്ട, വയലിൻ അതുപോലുള്ള വാദ്യോപകരണങ്ങളെല്ലാം എന്താണ്? മാൻ മെയ്ഡാണ്, മനുഷ്യനിർമ്മിതമായ ശബ്ദ സ്രോതസ്സുകളാണ്. ദെൻ ഇടിമിന്നൽ, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, ഇതെല്ലാം നാച്ചുറൽ അഥവാ പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സുകളാണ്. സോ ശബ്ദ സ്രോതസ് എന്താണെന്നുള്ളൊരു കൃത്യമായ ഡെഫിനിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. കമ്പനം എന്നുള്ളത് വൈബ്രേഷനാണ്. സോ വസ്തുക്കളുടെ ഒരു വൈബ്രേഷൻ മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ. അപ്പോൾ എന്താണ് സോഴ്സസ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്? ശബ്ദം, ഏതൊരു വസ്തുവാണോ ശബ്ദത്തിന് പുറപ്പെടുവിക്കുന്നത് അതിനെയൊക്കെ നമുക്ക് ശബ്ദ സ്രോതസ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഒരൊറ്റ പാർട്ടിൽ നിന്ന് മാത്രമായിരിക്കില്ല, അതിൻ്റെ പല ഭാഗങ്ങളുടെയും ഒരു മൊത്തത്തിലുള്ളൊരു വൈബ്രേഷൻ്റെ ഒരു ടോട്ടൽ സമ്മായിരിക്കും ഒരു വസ്തുവിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സ്വനപേടകം തന്നെ പറയാം. അവിടെ സോഴ്സ് എന്ന് പറയുന്നത് സ്വനപേടകം അഥവാ വോക്കൽ കോഡാണ്. പക്ഷേ കമ്പനം ചെയ്ത ഭാഗം പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം, കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം സ്വനതന്തുവാണ്. എന്നാൽ നമ്മൾ സ്വനതന്തു മാത്രം മൂവ് ചെയ്തുകൊണ്ടോ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് സൗണ്ട് ഉണ്ടാകുന്നത്. നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് തൊണ്ട, ചുണ്ട് തുടങ്ങിയ പല ഭാഗങ്ങളുടെയും ഉണ്ടാവുന്ന വൈബ്രേഷൻസിൻ്റെ ഒരു ടോട്ടൽ സമ്മാണ് നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടൊരു സോഴ്സ് കാണും, പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പനം ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മറ്റു പല ഭാഗങ്ങൾ കൂടി ഉണ്ടായിരിക്കും. ശബ്ദവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആവൃത്തി? ഇപ്പോൾ ഒരു സിമ്പിൾ പെല്ലം നമ്മൾ എടുക്കുക. സിമ്പിൾ പെല്ലം എന്ന് പറയുന്നത് ദോലനം അഥവാ ഓസിലേഷൻ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പം അതിൽ ഈ ഒരു ഉപകരണത്തിൽ നമുക്കറിയാം, ഈ ഒരു ബോബ്, ഈ കാണുന്ന ബോബ് ഈ ഒരു മീൻ പൊസിഷനിൽ നിന്ന് പോയി ലെഫ്റ്റിലേക്ക് പോകുന്നു, ദെൻ അവിടെ നിന്ന് വീണ്ടും റൈറ്റിലേക്ക് പോയി ഈ പഴയ പൊസിഷനിൽ തിരിച്ചെത്തുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു ദോലനം കംപ്ലീറ്റ് ആക്കിയത് പറയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃത്തി. അപ്പോൾ ഒരു ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് അത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് അഥവാ എത്ര ദോലനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇനി എന്താണ് സ്വാഭാവിക ആവൃത്തി? ആവൃത്തിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അതിനുള്ളത് നോക്കാം. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തി അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയും. നമ്മളതിനെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിക്കുക അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനപ്പുറത്തേക്ക് അതെപ്പോഴും അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം പല വസ്തുക്കൾ ഉണ്ടാക്കുന്ന സൗണ്ട്, എക്സാമ്പിളായിട്ട് സ്റ്റീൽ പാത്രം, ഹെക്സോ ബ്ലേഡ്, ട്യൂണിംഗ് ഫോർക്ക്, ഇവയൊക്കെ തമ്മിൽ നമ്മൾ കമ്പനം ചെയ്യിക്കുമ്പോൾ ഓരോ വസ്തുക്കളും തമ്മിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഡിഫറെൻറ്റ് സൗണ്ടാണ്. അപ്പം എന്താണ് ഈ ഒരു സൗണ്ടിലെ ഡിഫറൻസിന് കാരണം? അത് ഇതിൻ്റെ ഫ്രീക്വൻസിയിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസമാണ് സൗണ്ട് വ്യത്യാസമായിരിക്കാനുള്ള കാരണം. ഈ ഒരു ബോക്സ് നോക്കാം. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ്. കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 ഹെഡ്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 ഹെഡ്സിലും കമ്പനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ കൊതുകിൻ്റെ മൂളൽ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സൗണ്ട് അതിൻ്റെ ചിറകിൻ്റെ വൈബ്രേഷൻ വഴി ഉണ്ടാകുന്ന സൗണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അവയുടെ ചിറകടി ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഒരു മൂളലായി നമുക്ക് അനുഭവപ്പെടുന്നത്. കൊതുക് പാട്ട് പാടുന്നു എന്ന് നമ്മൾ പറയാറില്ലേ?
എന്നാൽ ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ്. ഇവ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിൽ ഉള്ളതാണ്. ചീവീടുകളുടെ അഭാവം മൂലമാണത്രേ സൈലന്റ് വാലിക്ക് ആ ഒരു പേര്. അപ്പൊ സൈലന്റ് വാലി എന്തുകൊണ്ട് ആ പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റാണത്. പിന്നെ ശബ്ദവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ മറ്റൊരു ടേമാണ് സ്ഥായി അഥവാ പിച്ച് എന്ന് പറയുന്നത്. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമത അഥവാ ഷ്രിൽനെസ്സിനെയാണ് നമ്മൾ സ്ഥായി എന്ന് പറയുന്നത്. ഇത് ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ഹൈ പിച്ച്, ലോ പിച്ച് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിന്റെ ശബ്ദത്തിന്റെ കൂർമതയാണ് പിച്ച് അഥവാ സ്ഥായി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും വലിയ കമ്പാരിസൺ പറയാൻ പറ്റുന്നത് സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവുമാണ്. അപ്പോൾ പുരുഷന്റെ ശബ്ദം കുറച്ച് സ്ഥായി കുറഞ്ഞതല്ലെങ്കിൽ ലോ പിച്ച് ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും. സ്ത്രീയുടേത് കുറച്ചും കൂടി ഹൈ പിച്ചിലുള്ള അല്ലെങ്കിൽ സ്ഥായി കൂടിയ ഒരു ശബ്ദമായിരിക്കും. ദെൻ മറ്റൊരു ടേമാണ് ലൗഡ്നെസ് അഥവാ ഉച്ചത. അപ്പോൾ ഇവയെല്ലാം തമ്മിൽ പരസ്പരം നമ്മൾ ഒരു ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്നത് മിക്കവാറും ഒരു കൃത്യമായ അർത്ഥത്തിലായിരിക്കില്ല. അപ്പം എന്താണ് ഉച്ചത എന്ന് പറയുന്നത്? ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. അപ്പോൾ ഈ ഡെഫിനിഷൻസിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കൂർമതയാണ് പിച്ച് അഥവാ സ്ഥായി, എന്നാൽ കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പം നമുക്കറിയാം, ഇപ്പം ചില ആളുകൾക്ക് നമ്മൾ കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം ഉച്ചത എന്ന് പറയുന്നത് കാരണം എന്താ പറയുക, നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ സൗണ്ട് പലരുടെ ചെവിയിലും അത് എടുക്കുന്നത് അവരുടെ ചെവിയുടെ കപ്പാസിറ്റിയും കൂടി അനുസരിച്ച്. അപ്പോൾ ഉച്ചത എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒരാളുടെ ചെവിയുടെ ഗ്രാഹ്യതയെ വരെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അപ്പോൾ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഹെഡ്സ് എന്നതിന്റെ യൂണിറ്റ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് ആണ്. ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ട് നമുക്ക് അളക്കാൻ സാധിക്കും. പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും നമ്മൾ പറഞ്ഞു, ഹൈ പിച്ചും ലോ പിച്ചും പറഞ്ഞപ്പോൾ ഹൈ പിച്ചിന് എക്സാമ്പിൾ ആണ് സ്ത്രീ ശബ്ദവും ലോ പിച്ചിന് എക്സാമ്പിൾ ആണ് പുരുഷ ശബ്ദം എന്ന് പറഞ്ഞു. പ്രായപൂർത്തിയാവുന്നതോടെ പുരുഷന്മാരുടെ സ്വനതന്തുവിന്റെ നീളം വർദ്ധിക്കുന്നു, എന്നാൽ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായ മാറ്റം ഉണ്ടാവുന്നില്ല. സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവൃത്തി കുറയും. ആവൃത്തിയും കൂർമതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമത കുറവായിരിക്കും. അപ്പൊ ശബ്ദത്തിന്റെ ആവൃത്തി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പിച്ചും കുറയുന്നു. അങ്ങനെയാണ് ലെങ്ത് ആണ്. അപ്പം സ്വനതന്തുവിന് നീളം വർദ്ധിക്കുന്നതാണ് പുരുഷന്മാരിൽ ലോ പിച്ച് ആവാനുള്ള കാരണം. സംഗീതവും ഒച്ചയും, മ്യൂസിക് ആൻഡ് നോയ്സ്, ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണ് സംഗീതം നമ്മൾ വിളിക്കുന്നത്. എന്നാൽ അരോചകമായതും ക്രമരഹിതമായതുമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതുമായ ശബ്ദമാണ് ഒച്ച. അപ്പം ശബ്ദം നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, മ്യൂസിക് എന്നും നോയ്സ് എന്നും. സോ എന്തുകൊണ്ടാണ് നമുക്ക് മ്യൂസിക് ഇപ്പം അതിൻ്റെ വോളിയമോ ഒന്നും അല്ല അവിടുത്തെ ഫാക്ടർ. ഒരു ക്രമമായ കമ്പനം, വൈബ്രേഷന് ഒരു ക്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ ക്രമരഹിതമായിട്ടാണ് ഈ ഒരു വൈബ്രേഷൻ എങ്കിൽ നമുക്ക് അരോചകമായിട്ടായിരിക്കും തോന്നുക. സോ അതാണ് മ്യൂസിക്കും നോയ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ടൊരു വേർതിരിവ് എന്ന് പറയുന്നത് അതാണ്. സപ്തസ്വരങ്ങൾ. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി. നമ്മൾ പിച്ച് എന്നുള്ളൊരിത് മ്യൂസിക്കിലോട്ട് വരുമ്പം വരുന്നൊരു ടേമാണ് ശ്രുതി എന്ന് പറയുന്നത്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തിയും ബന്ധപ്പെടുത്തിയ പട്ടികയാണ് തന്നിരിക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി റിലേറ്റ് ചെയ്താണ് ഈ ഒരു ശ്രുതി പറയുന്നത്. ഇപ്പം സരിഗമ പദ്ധതി നമ്മൾ പറയുമ്പോൾ അതിൽ ഓരോന്നിനും മുകളിലേക്ക് പോകുന്ന അനുസരിച്ചായിട്ട് അതിന്റെ ആവൃത്തി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശബ്ദപ്രേഷണം അഥവാ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പല സോഴ്സുകളിൽ നിന്നുള്ള സൗണ്ട് നമ്മുടെ ചെവിയിൽ എത്തുന്നതിന് അവിടെ ഒരു മീഡിയത്തിൽ കൂടെ അല്ലെങ്കിൽ മീഡിയം വേണമോ വേണ്ടയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സൗണ്ട് നമുക്ക് ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് കടത്തിവിടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമുക്കിപ്പം ലൈറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ശബ്ദത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. ശബ്ദത്തിന് ഒരിക്കലും വാക്വത്തിലൂടെ അല്ലെങ്കിൽ ശൂന്യതയിലൂടെ കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ബഹിരാകാശ സഞ്ചാരികൾ തൊട്ടടുത്തിരിക്കുന്നവർ പോലും പരസ്പരം സംസാരിക്കാനായിട്ട് റേഡിയോ ഡിവൈസസ് ഉപയോഗിക്കുന്നത്. കാരണം ശൂന്യതയിൽ ഒരിക്കലും ശബ്ദം സഞ്ചരിക്കില്ല. അങ്ങനെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയാം, സൺലൈറ്റ് നമ്മുടെ ഭൂമിയിൽ എത്തുന്നത് ശൂന്യതയിലൂടെ സഞ്ചരിച്ചിട്ടാണ്, സ്പേസിലൂടെ സഞ്ചരിച്ചിട്ടാണ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എവിടെ എത്തുന്നത്? നമ്മുടെ ഭൂമിയിൽ എത്തുന്നത്. എന്നാൽ ശൂന്യാകാശത്ത് നടക്കുന്ന പല പൊട്ടിത്തെറികളുടെയും സൗണ്ട് നമ്മളിവിടെ കേൾക്കുകയാണ്, നമ്മൾ കൃത്യമായിട്ട് കേൾക്കാൻ
കേൾക്കാൻ അല്ലെങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ടൊരു മാധ്യമം ആവശ്യമില്ലായിരുന്നെങ്കിൽ ഈ ശൂന്യതയും കടന്ന് പല പൊട്ടിത്തെറികളുടെയും സൗണ്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു നോയ്സ് പോലെ ഇരിക്കേണ്ടി വന്നേനെ. അപ്പം ശബ്ദത്തിനൊരു മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കുകയില്ല. അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻസ്ബർഗിൽ ജനിച്ചു. സോ നമുക്കിവിടെ വേണ്ട പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. 1876 ഒക്ടോബർ 9 അലക്സാണ്ടർ ഗ്രഹാം ബെൽ തന്റെ സുഹൃത്തും അസിസ്റ്റന്റുമായ വാട്സണുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചു. സോ ടെലിഫോൺ കണ്ടുപിടിച്ച വ്യക്തി എന്ന് നമ്മൾ പറയുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇനിഷ്യലി ഇതിന്റെ ഒരു ആദ്യ രൂപം എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ഉള്ള ഒരു കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു രൂപം തയ്യാറാക്കിയത്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചത അഥവാ ലൗഡ്നെസിന്റെ യൂണിറ്റിന് നമ്മൾ ബെൽ എന്ന പേര് നൽകിയത്. ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് നമ്മൾ പറഞ്ഞ ഡെസിബൽ എന്ന് പറയുന്നത്. സോ ഈ പല ഉച്ചതകളുടെയും പ്രത്യേകത നമുക്ക് നോക്കാം. നമുക്കൊരു ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെവിയിൽ വേദന ഉണ്ടാക്കി തുടങ്ങുന്നത് എത്ര ഡെസിബലിന് മുകളിലുള്ള സൗണ്ട് ആണെന്ന് ചോദിച്ചാൽ 120 ഡെസിബലിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അരോചകത്വം ഉണ്ടാകാനുള്ള ഒരു കഴിവുണ്ടാവും ഒരു ശബ്ദത്തിന്. ദെൻ ജെറ്റ് എഞ്ചിൻ 100 മീറ്റർ അകലെ ആയിരിക്കുമ്പോൾ അതിന്റെ ഉച്ചത എത്രയായിരിക്കും? 110 തൊട്ട് 140 വരെ ഡെസിബൽ ആയിരിക്കും. വാഹന തിരക്കേറിയ റോഡിൽ 80 to 90 വരെ ഡെസിബൽ സൗണ്ട് ഉണ്ടായിരിക്കാം. ദെൻ കാറിൻ്റെത് ഒരു 60 to 80 ആയിരിക്കും. സാധാരണ സംഭാഷണം നോർമലി 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണ സൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഉച്ചത എന്ന് പറയുന്നത് 40 മുതൽ 60 വരെയുള്ള ഡെസിബലാണ്. ഇലകളുടെ മർമ്മരം ഇപ്പം ഇലകളൊക്കെ കാറ്റത്ത് ആ ഒരു ഉരസുന്ന ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് വളരെ സൂത്തിങ് ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പം അതൊരു 10 ഡെസിമലാണ് അതിൻ്റെ സൗണ്ട് വരെ ഏകദേശം. സോ ഇവിടെ നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത് 120 ഡെസിബൽ കൂടുതലാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ചെവിയും ശബ്ദവും. ചെവിക്കുടയിൽ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്ന് കർണപടത്തിൽ ചെന്ന് തട്ടുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. അപ്പൊ കർണപടമാണ് നമ്മുടെ ചെവിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്. കർണപടത്തിലുണ്ടാകുന്ന ഈ ഒരു കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥി ശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥി ശൃംഖലയിലെ കമ്പനം പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നു? ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒച്ചിന്റെ ആകൃതിയിലുള്ളതും ഏകദേശം 3 സെന്റിമീറ്റർ നീളമുള്ളതുമായ ഭാഗമാണ് കോക്ലിയ. സോ എന്താണ് കോക്ലിയ? ഒരു ഒച്ചിന്റെ ഷേപ്പുള്ള ഒരു 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു നമ്മുടെ ചെവിയുടെ ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളറകളിലുള്ള എൻഡോലിഫ് എന്ന ദ്രാവകത്തിലേക്ക് ഈ കമ്പനം പിന്നീട് പടരുന്നു. സോ ഓർഡറിൽ ഓർക്കുക, ചെവിക്കൂട, അവിടെ നിന്ന് കർണപടം, ചെവിക്കുടലിൽ നിന്ന് കർണനാളം, ദെൻ കർണപടം വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ അസ്ഥി ശൃംഖല വൈബ്രേറ്റ് ചെയ്യുന്നു. പിന്നീട് ഓവൽ വിൻഡോയും അതിനോട് ചേർന്ന് കോക്ലിയയും ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ കോക്ലിയക്കുള്ളിൽ കാണപ്പെടുന്ന എൻഡോലിംഫ് എന്ന ദ്രാവകത്തിലേക്കും ഈ കമ്പനം അങ്ങനെ പടരുന്നു. കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ ഈ കമ്പനത്താൽ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. സോ കോക്ലിയയിൽ നിന്നാണ് ഈ ഇമ്പൾസ് ഫൈനലി രൂപപ്പെട്ട് ദെൻ തലച്ചോറിലേക്ക്, ശ്രവണനാഡി വഴി തലച്ചോറിലേക്ക് എത്തുന്നത്. നമുക്ക് അങ്ങനെയാണ് കേൾവി എന്നൊരു അനുഭവം ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 10th ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. സോ എങ്കിലും ഇതൊന്ന് ഓർഡറിൽ എവിടെ കൂടിയൊക്കെ കടന്നു പോകുന്നത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ശ്രവണ പരിധി. നമ്മൾ ഉച്ചത പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം മനുഷ്യനെ കേൾക്കാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ലിമിറ്റിന് ഇടയിലുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ട് മാത്രമേ മനുഷ്യന് കേൾക്കാൻ സാധിക്കുള്ളൂ. സോ നമുക്ക് നോക്കാം. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ ആവർത്തി വരുന്ന ശബ്ദമാണ് മനുഷ്യന്റെ ശ്രവണപരിധി എന്ന് പറയുന്നത്. അപ്പം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അപ്പം ഇതിന് താഴത്തേക്കുള്ള, അതായത് ഫ്രീക്വൻസി 20 ഹെർട്സിലും താഴെ ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയും. ദെൻ ഫ്രീക്വൻസി 20,000 ഹെർട്സിന്, അതായത് മനുഷ്യന്റെ ശ്രവണ പരിധിയുടെ മാക്സിമത്തിന് മുകളിലാണെങ്കിലാണ് അത് അൾട്രാസോണിക് ആവുന്നത്. ഈ ഇൻഫ്രാസോണിക് എക്സാമ്പിളുകളാണ് ഭൂകമ്പ തരംഗങ്ങൾ. അതുപോലെ പ്രാവുകളുടെ സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫ്രാസോണിക് റേഞ്ചിലേക്കും കൂടി കയറുന്ന ഒരു സൗണ്ടാണ്. ദെൻ അതുപോലെ എലികളുടെയും നിശാശലഭങ്ങളുടെയും ആനയുടെയും വവ്വാലിൻ്റെയും ഒക്കെ. ആനയ്ക്ക് ഏകദേശം നമുക്കറിയാം മനുഷ്യന്റെ ശ്രവണ ഒരു പരിധിയും ദെൻ അതിനുശേഷം
ചെറിയ രീതിയിലുള്ള ചെറിയ വേരിയേഷൻ മാത്രമാണ് വന്നിരിക്കുന്നത്. വവ്വാൽ, നിശാശലഭം, എലികൾ തുടങ്ങിയ ജീവികൾക്ക് അൾട്രാസോണിക് റേഞ്ചിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാനും കേൾക്കാനുള്ള കഴിവുണ്ട്. നമുക്കറിയാം ഗാൾട്ടൺ ബിസിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം എന്ന് പറയുന്നത് ഏകദേശം 30,000 ഹെഡ്സ് ആണ്. അപ്പം എന്തായിരിക്കും 30,000 ഹെഡ്സ് എന്ന് പറയുന്നത്? 20,000 എന്നുള്ള അതിന് മുകളിലായതുകൊണ്ട് തന്നെ ഇത് അൾട്രാസോണിക് ആണ്. ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായ്ക്കൾ കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പം നായ്ക്കളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിസിലാണ് ഈ ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. സോ ഈ ഒരു അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഇവ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻഫ്രാസോണിക് ശബ്ദമാണ്. ദെൻ ഈ ഒരു ടേബിളും കൂടി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട്സ് കുറഞ്ഞ പരിധിയുള്ള നായ, പൂച്ച, പശു, കുതിര, ആന, സ്വർണ്ണ മത്സ്യം, കോഴി ഇവയ്ക്കൊക്കെ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരുടെയും മീൻസ് ആന, എലി, വവ്വാൽ, കുതിര, പശു, പൂച്ച, നായ ഇവയുടെ എല്ലാം മാക്സിമം എടുത്തു നോക്കുമ്പോൾ അത് അൾട്രാസോണിക്കും ഇവർക്ക് ശ്രവണപരിധിയായിട്ട് വരാറുണ്ട്. ദെൻ ഈ അൾട്രാസോണിക് തരംഗം കൊണ്ട് ഒരുപാട് പ്രാക്ടിക്കൽ ലെവലിൽ ഒരുപാട് ഉപയോഗങ്ങൾ വരാറുണ്ട്. ഒന്നാമതായിട്ട് കടലിൻ്റെ ആഴം അളക്കുന്നതിന് സോണാർ, എന്താണ് സോണാറിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് സോണാറിൻ്റെ പൂർണ്ണ രൂപം. സോ ഇത് എന്തിനുപയോഗിക്കുന്ന ഡിവൈസാണ്? കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അൾട്രാസോണിക് തരംഗമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കും. നമ്മൾ അൾട്രാസോണിക് സ്കാനിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്കാനിങ്ങിന് ഒക്കെ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ നോയിസ് പൊല്യൂഷൻ അഥവാ ശബ്ദ മലിനീകരണം. സോ നമുക്കറിയാം എന്താണ് മലിനീകരണം. എപ്പോഴാണ് ശബ്ദം ഒരു അസുഖകരമായ രീതിയിൽ ശബ്ദം ഉണ്ടാകുന്നതാണ് ശബ്ദ മലിനീകരണം എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം. സോ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയൊക്കെ ഈ ഒരു സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത്. വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പണ്ട് ഉപയോഗിച്ചിട്ടുള്ള എയർ ഹോണുകളുടെ നിരോധനം ഇത് മലിനീകരണം കുറയ്ക്കാനുള്ള ഒരു ഹോൺ വഴിയാണ്. ദെൻ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാം. വാഹനങ്ങളിലെ സൈലൻസറുകൾ ശരിയാം വിധം പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. സൈലൻസർ എപ്പോഴും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നെന്ന് ഉറപ്പാക്കുക. ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു റെമഡിയാണെന്ത്? ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് ശബ്ദ മലിനീകരണം കുറയ്ക്കാനായിട്ട് സഹായിക്കും. മരങ്ങൾക്ക് ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദം കുറയ്ക്കാൻ സാധിക്കും. രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. അപ്പോൾ എന്താണ് ആ ഒരു ടൈം ലിമിറ്റ് എന്ന് ഓർത്തിരിക്കുക? 6 മണിക്ക് മുൻപും 10 മണിക്ക് ശേഷവും. സോ ഈ രാവിലെ 6 to രാത്രി 10 വരെയാണ് നമുക്ക് സൗണ്ടിൻ്റെ ആ ഒരു കൺട്രോൾ ഇല്ലാത്ത സമയം എന്ന് പറയുന്നത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദമുണ്ടാകരുത്. അപ്പോൾ എത്രയാണ് ലിമിറ്റ്? 50 ഡെസിബലിന് മുകളിലേക്ക് ആശുപത്രി, അതുപോലെ വിദ്യാലയങ്ങൾ ഇവയുടെ പരിസരത്ത് സൗണ്ട് പാടില്ല. സോ ഇതും ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ SCERT സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.